എക്സ്പ്ലോറിംഗ് ദ അൺഎക്സ്പ്ലോർഡ് എന്ന പുതിയ സെഗ്മെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത് കൊടൈക്കനാലാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. യാത്ര തിരിക്കുന്നതേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മിഷൻ റെഡിയാണ്, ബീസ്റ്റ് ഈസ് റെഡി. അപ്പോൾ ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. ഞങ്ങളുടെ ഹെൽമെറ്റ് ഒന്ന് മാറ്റി. പ്രത്യേകിച്ച് ഞങ്ങളുടെ അനിയൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. അവൻ പ്രത്യേകം പറഞ്ഞു, ചേട്ടാ ഫേസ് കവറുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങണം. കാര്യം അവനിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ ബസ്സിൻ്റെ ഡോറ് തുറന്ന്, ബൈക്കിൽ വന്നപ്പോൾ ബസ്സിൻ്റെ ഡോറ് തുറന്ന് മുഖത്തടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫേസ് കവറുള്ള ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ആൾ എപ്പോഴും ജീവനോടുണ്ട്. അതുകൊണ്ട് ചേട്ടൻ മസ്റ്റായിട്ടും ഹെൽമെറ്റ് മാറ്റണം എന്ന റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ആ ഹെൽമെറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് കവറുള്ള ഹെൽമെറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. തൊട്ട് മുന്നേ നമ്മൾ ഫേസ് കവർ ഇല്ലാത്ത ഷോ കാണിച്ച് പോകാൻ പറ്റുന്ന ഹെൽമെറ്റ് അത് അങ്ങോട്ട് മാറ്റി. ഷോ അല്ലല്ലോ പ്രധാനം, ഉയരല്ലേ പ്രധാനം. യാത്രയ്ക്കായുള്ള ഞങ്ങളുടെ ബീസ്റ്റ് റെഡിയായിട്ടുണ്ട്. അവനെ റെഡിയാക്കി നിർത്തിയിരിക്കുക. അത്യാവശ്യം വേണ്ട ഡ്രസ്സും പിന്നെ വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആഹാരം പാകം ചെയ്ത് കഴിക്കാനുള്ള ഗ്യാസ് സ്റ്റൗവും അതിനുള്ള യൂട്ടിലിറ്റീസും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഈ ട്രിപ്പിന് വേണ്ടി തന്നെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അത്യാവശ്യം വേണ്ട മെയിൻ്റനൻസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചത് എൻജിൻ ഓയിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെയിൻ ലൂപ്സ് എല്ലാം കറക്റ്റാക്കി, ചെയിനൊക്കെ ടൈറ്റാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ബ്രേക്കൊക്കെ ടെസ്റ്റ് ചെയ്തു. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് മാറ്റിയിട്ടുണ്ട്. ബാക്ക് പാഡ് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട സെറ്റപ്പൊക്കെ ആയിട്ട് ഇപ്പം തിരിക്കും ഞങ്ങൾ. ഏകദേശം നമ്മൾ യാത്ര ചെയ്തിട്ട് 1.5 മണിക്കൂറായി. ഇപ്പോൾ തമിഴ്നാട് കയറിയതേ ഉള്ളൂ, ജസ്റ്റ് തമിഴ്നാട് കയറിയതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കാണിക്കുന്നുണ്ട് 6 മണിക്കൂർ യാത്ര. ടോട്ടൽ ടൈം ട്രാവൽ 7.5 ആയിരുന്നു. ഓക്കെ, നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് 7.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു 6 മണിക്കൂറോളം യാത്ര ഉണ്ട് ഇനി. അപ്പോൾ വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കയറി. പൊറോട്ട, തമിഴ്നാട് എത്തിയാൽ ചൂട് പൊറോട്ട കഴിക്കും. പൊറോട്ട, മുട്ട. ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കയറിയതാണ് ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ കടയിൽ, കേരള ഹോട്ടൽ. ഒരു ലോഡ് ഈച്ചയുടെ നടുക്കിരുന്നാണ് കഴിച്ചത്. പക്ഷേ ഈച്ച പുറത്തേ ഉള്ളൂ കേട്ടോ, അകത്തോട്ടില്ല. പെറോട്ടയും ദോശയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഒരു കട കിട്ടുക പിന്നെ ഇനി തമിഴ്നാട്ടിലോട്ടേ ഉള്ളൂ. അപ്പോൾ മലയാളി ഫുഡ് കിട്ടാൻ പാടായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന്. മലയാളി ഫുഡെന്നല്ല, നല്ല ഫുഡാണ് പ്രതീക്ഷിച്ചത്. തമിഴ്നാട്ടിൽ കയറിയ തമിഴന്മാരുടെ ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് തമിഴ് ഫുഡ് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും കിടക്കുന്നു 6.5 മണിക്കൂർ യാത്ര. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡിലും കൃഷി സ്ഥലങ്ങളും അങ്ങ് ദൂരെയായിട്ട് മലനിരകളൊക്കെ കാണുന്ന തമിഴ്നാടിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടും വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെയാണ് റൈഡ് ചെയ്യുന്നത്. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇടയ്ക്കൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. തമിഴ്നാടല്ലേ, വഴിയിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് പിറ്റ് സ്റ്റോപ്പ്. എങ്ങോട്ട് നോക്കിയാണ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കി. അടിപൊളി കാറ്റ്, സൂപ്പർ റോഡ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതാണ് തമിഴ്നാടിൻ്റെ പ്രത്യേകത. എല്ലായിടവും കൃഷിയിടവും. കൃഷി ചെയ്യിക്കുന്ന സ്ഥലം മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിലെ മലയും കാറ്റ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഇടു വൈബ്. പുളിമരത്തിൻ്റെ ചോട്ടിലാണ് നിങ്ങളിപ്പോൾ ഒരു പുളിമരത്തിൻ്റെ ചോട്ടിൽ കയറി. ഇനി
ഇവിടെ നിന്ന് 5 മണിക്കൂറും 30 മിനിറ്റും കാണിക്കുന്നു. നല്ല ചൂടായതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ സ്ഥലം ഒന്ന് നോക്കിക്കേ. നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ യാത്രയുടെ ക്ഷീണവും വെയിലും അതൊന്നും നമുക്ക് അതൊരു വിഷയമായിട്ട് തോന്നിയില്ല. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണല്ലോ നമുക്ക് ഈ ഒരു ട്രിപ്പിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നൊരു ഫീലാണ്. ചൂടല്ലേ, നിർത്തിയേ പോവാൻ പറ്റും. അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് നാരങ്ങ സോഡ കുടിക്കുക, ഇറങ്ങി വെള്ളം കുടിച്ച് നമ്മളതാണ്ട് നാരങ്ങ സോഡ എത്തി. നട്ടുച്ചയായി, വെയിലത്ത് ഇറങ്ങാൻ നിവർത്തിയില്ല. അപ്പോൾ വണ്ടി ഞങ്ങൾ ഒതുക്കി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പോകുന്ന വഴിയിൽ. തമിഴ്നാടിൻ്റെ റോഡിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, അടിപൊളി റോഡാണ്. സ്ട്രൈറ്റ് നമ്മൾ കിലോമീറ്ററുകൾ ഇങ്ങനെ വണ്ടി പിടിച്ചിരിക്കണം, വേറെ വളവോ തിരിവോ ഒന്നുമില്ല. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നമുക്ക് ലഞ്ച് ഒന്ന് അടിച്ച് ഈ വെയിലൊന്ന് കുറഞ്ഞിട്ട് യാത്ര ചെയ്യാം. ഇത് തന്നെയായിരുന്നു പ്ലാൻ. ടോട്ടൽ 8 hours ആണെങ്കിലും ഒരു 4 മണിക്ക് എത്തും എന്നാണ് ഇപ്പോൾ ഗൂഗിൾ പറയുന്നത്. പക്ഷെ നമുക്ക് 4 മണിക്ക് എത്തണ്ട, നമുക്കൊരു 6 മണി 7 മണി അടുപ്പിച്ച് എത്തിയാൽ മതി. അപ്പോഴേക്കും ഈ 2 മണിക്കൂറത്തുള്ള കൊടും ചൂടുണ്ടല്ലോ, ആ വെയിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ലക്കടിച്ചതാ ഒരു AC, കിടു 2 AC ഉള്ള വഴിയിലുള്ള ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ബിരിയാണി എടുക്കാൻ പറഞ്ഞു. അതുപോലെ പണി സമയം കൂടുതൽ എടുക്കണമല്ലോ, ഒരു ലോലിപോപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സമയം എടുക്കുമെന്ന് തോന്നുന്നു. വിശന്നിട്ടല്ല, അപ്പോൾ ലോലിപോപ്പ് ഉണ്ടാക്കുന്ന ആ ടൈമും കൂടെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. എങ്ങനെ പോയാലും ഒരു 1-2 മണിക്കൂർ ഇതിനകത്ത് ഇരിക്കണം. പോസ്റ്റ് വെളിയിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. വെളിയിലെ ചൂട് കണ്ട ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തത്രയും ചൂട്. ഓക്കെ, അപ്പോൾ ഇനിയും യാത്ര തുടരും. ചേട്ടുണ്ട് ഇവിടെ തമിഴ്നാട് ബിരിയാണിയും ലോലിപോപ്പും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബിരിയാണി എത്തിയിട്ടുണ്ട്. ടിപ്പിക്കൽ തമിഴ്നാട് ബിരിയാണി. 2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി അബീനക കഴിക്കില്ല, 2 ബിരിയാണി വാങ്ങിച്ചാൽ പക്ക വേസ്റ്റാണ്. അതുകൊണ്ട് ഒരു ബിരിയാണി വാങ്ങി നമ്മൾ 2 കൂടെ ഷെയർ ചെയ്യും. ലോലിപോപ്പും ഉണ്ടല്ലോ, അതും കൂടെ ആകുമ്പോൾ സെറ്റാവും. ലോലിപോപ്പ് വരട്ടെ. തമിഴ്നാടിൻ്റെ ടിപ്പിക്കൽ തമിഴ്നാട് ബിരിയാണി. മസാല ഇങ്ങനെ മസാല കുത്തി പക്ഷെ പപ്പടം അച്ചാറില്ല. നല്ല ബിരിയാണി. ഓക്കെ, ലോലിപോപ്പ് വന്നിട്ടുണ്ട്. വെറ്റിലക്കുണ്ട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നതാണ്. ഇവിടെ നാരങ്ങ എന്നല്ല വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് ചേട്ടാ? നാരങ്ങ പകരം എന്താ വിളിക്കുന്നത്? നാരങ്ങയ്ക്ക് പകരം ഇവിടെ എന്താ വിളിക്കുന്നത്? ലെമണിന്റെ തമിഴ് എലുമ്പച്ചമ്പഴം. എലുമ്പച്ചമ്പഴം അതാണ് ഇവിടുത്തെ വെള്ളം. അതായത് നമ്മൾ നാരങ്ങ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരന് കൺഫ്യൂഷനായി. അപ്പോൾ ഇത് ഞാൻ ലെമൺ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചപ്പോൾ പുള്ളിക്ക് പിടികിട്ടി. അപ്പോൾ നാരങ്ങ സോഡയും പിടിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് വെറ്റിലക്കുണ്ട് എന്നുള്ള പേര് വരാൻ കാര്യം എന്ന് വെച്ചാൽ, വെറ്റില ഉണ്ടല്ലോ നമ്മൾ മുറുക്കാൻ്റെ കൂടെ കഴിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ, അത് ഒരുപാട് ഇവിടെ കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം. അതെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലെത്തും. അപ്പോൾ അതികഠിനമായ ചൂടിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. വീണ്ടും ഒരു നാരങ്ങ വെള്ളം. ചൂടൊക്കെ പോയി. നാരങ്ങ വെള്ളം കുടിച്ച് എന്താവും എത്രാമത്തെ നാരങ്ങ വെള്ളമാണ്? ഒരു 4-5 നാരങ്ങ ആയിട്ടുണ്ട്.
ചിറ്റിലക്കുടിയിൽ നിന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഉള്ളത് ചുരം കയറാനാണ്. അപ്പോൾ അങ്ങോട്ട് പെട്രോൾ പമ്പിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്രോളും ഫില്ല് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടുന്ന വെള്ളം ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഇപ്പം യാത്ര തുടർന്ന് ഇപ്പോൾ ചുരം കയറി തുടങ്ങി. ഇവിടെ കയറിയപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്നങ്ങ് മാറി, നല്ല തണുപ്പ് വന്നു തുടങ്ങി. ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു കൊടൈക്കനാൽ വൈബിലെത്തിയിരിക്കുകയാണ്. ചെറിയ ഗ്ലാസ്സിലാണ് ഇവിടെയൊക്കെ ചായ. ഉടവാട്ട് എന്താ ചേച്ചി ഇതിന്റെ പേര്? മുടവാട്ടുകാൽ കിഴങ്ങ്. ചേച്ചി പറഞ്ഞാൽ ചേച്ചി തന്നെ പറഞ്ഞാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഒന്നുകൂടെ പറയൂ. മുടവാട്ടുകാൽ കിഴങ്ങ്. ഉടവാട്ടുകാൽ കിഴങ്ങ്, അതാണ് ഈ കാണുന്ന സാധനം. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത സാധനമാണ് ഇത് ആട്ടുംകാൽ സൂപ്പ് പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. ആട്ടുകാൽ സൂപ്പ് പോലെ ഇരിക്കും. അത്രയും ഔഷധ ഗുണമൊക്കെ ഉള്ള ഒരു കിഴങ്ങാണ് ഇത്. ഇവിടുത്തെ കാട്ടിനകത്തുനിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളവിടെ നിന്ന് കിട്ടാത്ത ഒരു പ്രത്യേകതരം കിഴങ്ങ് ചായ കുടിച്ച കടയിൽ നിന്ന് നമുക്ക് ചേച്ചി പറഞ്ഞു. കറി വെക്കോ ചേച്ചി? ഇത് ഇഞ്ചി മാതിരി ക്ലീൻ பண்ணிட்டு ഇതളവ് ക്ലീൻ பண்ணிட்டு நல்லா மிக்ஸில போட்டு அடிச்சிட்டு ஆட்டுப்பால் சூப்பு வைக்கிற மாதிரி வைக்கணும். സൂപ്പ് വയ്ക്കും പോലെ വയ്ക്കും. வச்சு குடிக்கணும். குடிச்சா போன் பெயின் எல்லாத்துக்கும் நல்லது. അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ ആട്ടുകാൽ. അതെ, വേഗൻസിന്റെ ആട്ടുകാൽ സൂപ്പാണെന്നാണ് പറയുന്നത്. ഇത് ആട്ടുകാലല്ല, ആട്ടുംകാൽ. ആടിന്റെ കാൽ. ഏകദേശം 8 മണിക്കൂറോളമുള്ള ബൈക്ക് റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ കൊടൈക്കനാലിൽ അക്കോമഡേഷൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആൽഫൻ ഗ്ലോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഞങ്ങൾ എടുത്തത്. കാര്യം ഫസ്റ്റ് ഡേ എന്തായാലും ടയേർഡായിട്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമാണല്ലോ. പക്ഷേ ഇത് ഒരു കിട് ലൊക്കേഷൻ കേട്ടോ. ഇവിടെ നിന്ന് കൊടൈക്കനാൽ മുഴുവനും കാണും. അതായത് ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ പുള്ളി കെയർ ടേക്കറെ വിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കോൺടാക്ട് ചെയ്ത് booking.com വഴിയാണ് അക്കോമഡേഷൻ എടുത്തത്. പക്ഷേ ലൊക്കേഷൻ ഒരു രക്ഷയില്ല. കൊടൈക്കനാലിൻ്റെ ഫുൾ വ്യൂ. ഒരറ്റത്തുനിന്ന് മഞ്ഞ് പോകുന്നുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് കൊടൈക്കനാൽ ലേക്ക് കാണാം. ഞാൻ സൂം ചെയ്ത് നോക്കാം, എത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കൊടൈക്കനാൽ ലേക്കാണ് കാണുന്നത്. ഓക്കെ, ലേക്കിൽ നിന്ന് നമ്മളൊരു 3 കിലോമീറ്റർ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് കയറി. തണുപ്പ് ഒരു രക്ഷയില്ല. എങ്ങനെ ഉണ്ടേ തണുപ്പ്? തണുപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ടെമ്പറേച്ചർ AC അല്ല, ഈ തണുപ്പ് സഹിച്ചേ പറ്റും. പുകയല്ല, മഞ്ഞാണ് ഈ പോകുന്നത്. കോടമഞ്ഞ്, കീട് വൈബ് ക്ലൈമറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അത് ദൂരെ നോക്കി, അവിടെയൊക്കെ മഞ്ഞ. വെച്ച് കെട്ടുന്നത് പോലെ തന്നെ പണിയുള്ള പരിപാടിയാണ് ഊരിയിറക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കൊടൈക്കനാലിന്റെ ഭംഗി അറിയണമെങ്കിൽ ഒരറ്റത്ത് വെയിൽ വരും. റൂമിലെത്തി ഫ്രഷായി. ഇനി കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാൻ പോവുകയാണ്.